Hi friends, welcome to today's topic. Today's topic is interfacing of keyboard with 8051 and its programming. So this is the structure of keyboard. It has 16 keys. It's a 4x4 keyboard module. Okay, keypad module. Now the 4x4 keypad is an input device. It usually used to provide input values in a project. It has 16 keys in total, which means it can provide 16 input values. So ഇതാണ് ഒരു കീബോർഡിൻ്റെ സ്ട്രക്ചർ. ഇതിൽ 16 കീസ് ആണുള്ളത്. സോ കീസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന 1 2 3 4 5 6 7 8 9 0 ABCD ആൻഡ് സ്റ്റാർ ആൻഡ് ഡാഷ്. ഓക്കെ, സോ ഈ ഓരോ കീസിനും കറസ്പോണ്ടിങ് സ്വിച്ചസ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഓരോ കീസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റോസും കോളംസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് ആൻഡ് ഫോർത്ത്. This is first row, second row, third and fourth row. So this is a key. If you want to press this key, this is ഈ ഒരു കീ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദിസ് R1 ആൻഡ് C1. സോ ഈ ഒരു C1 കോളത്തിനെയും R1 കോളത്തിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫസ്റ്റ് കീ വരുന്നത്. സോ ഈ ഒരു കീ പ്രസ് ചെയ്താലാണ് നമുക്ക് 1 എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദ 4x4 മെട്രിക്സ് കീബോർഡ് ഹാസ് ടോട്ടൽ 8 pins. 8 pins means 4 rows and 4 columns. 4 of them are pins with rows and 4 columns. Each button is essentially a push button that short circuited with row and column when pushed. ഈ ഒരു സ്വിച്ച് നമ്മൾ പുഷ് ചെയ്താൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C1 ആൻഡ് R1 റോയും കോളന്റെയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഏത് സ്വിച്ച് പ്രസ് ചെയ്താൽ, ഇപ്പോൾ ഈ ഒരു 0 എന്നുള്ള സ്വിച്ച് പ്രസ് ചെയ്താൽ C2ഉം R4ഉം തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആവും. ഈ ഒരു പോയിന്റ് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഓക്കെ, എ ഷോർട്ട് സർക്യൂട്ട് ഈസ് ഫോംഡ് ഇൻ ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ടു ഡിറ്റർമൈൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് വിച്ച് ബട്ടൺ ഈസ് പ്രസ്ഡ്. ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ബട്ടണാണ് പ്രസ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ 9 എന്നുള്ള ബട്ടണാണ് പ്രസ് ചെയ്യണമെങ്കിൽ ഈ C3 എന്നുള്ള ഈ ഒരു കോളം പോയിന്റും R3 എന്ന് പറഞ്ഞ റോ പോയിന്റും തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആവും. ഈ ഒരു വഴി ഷോർട്ട് സർക്യൂട്ട് ആവും. ഓക്കെ, ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ C3യിലെയും R3യിലെയും വാല്യൂ നോക്കിയിട്ട് ഏത് സ്വിച്ചാണ് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, then next. Okay, for example, if you give the first row R1 a low mark and a high value for all column. സോ നമ്മൾ R1 എന്നുള്ളതിന് ഒരു ലോ വാല്യൂ, R1 എന്നുള്ള റോന് ഒരു ലോ വാല്യൂ, ബാക്കി എല്ലാ കോളത്തിനും ഹൈ വാല്യൂസുമാണ് കൊടുത്തത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ ഫോർ വെൻ യു പ്രസ് 3, the high mark in column 3 changes to low at the intersection of the R1 and C3 is 3 button. In all cases like this, we can register which button was pressed. Okay, so നമ്മൾ C1, C2, C3, C4 എന്നുള്ള കോളംസ് ഒക്കെ ഹൈ വാല്യൂസ് ആക്കിയിട്ടും R1 എന്നുള്ള ലോ വാല്യൂസ് ആക്കിയിട്ടും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു കീ പ്രസ് ചെയ്താൽ C3 എന്നുള്ളൊരു കീ ആണ് പ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് C3യിലുള്ള വാല്യൂ ഈ ഒരു തേർഡ് ബട്ടണാണ് പ്രസ് ചെയ്യണമെങ്കിൽ 1 2 3 തേർഡ് ബട്ടണാണ് പ്രസ് ചെയ്യണമെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആവും. സോ ഈ ഒരു ലോ എന്നുള്ള വാല്യൂ ഈ ഒരു C3യിലോട്ട് മൂവ് ചെയ്യും. സോ ദ C3 ബിക്കം ലോ. ആദ്യം C3 ഹൈ ആയിരുന്നു. സോ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയതിനു ശേഷം R1 വാല്യൂ C3യിലോട്ട് മൂവ് ചെയ്യുമ്പോൾ C3 വിൽ ബിക്കം ലോ. സോ നമ്മൾ കോളംസ് എല്ലാം ഹൈ ആ വെച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോളം ലോ ഉണ്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു C3യിലുള്ള കോളാണ് ലോ ആയിട്ടുള്ളത്. സോ ഈ ഒരു സെക്ഷൻ ഈ റോയിലാണ് ലോ എന്നുള്ള വാല്യൂ ഉള്ളത്. സോ ഈ ഒരു സ്വിച്ചാണ് പ്രസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, how a microcontroller can be read these lines for a button pressed state. The microcontroller set all the column line to 1, 8051 port pin as input and all row line to 0, 80 port pin as output. നമ്മൾ 8051 പോർട്ട് പിൻ ഇൻപുട്ട് ആയി കൊടുക്കുക. അതായത് നമ്മൾ കോളംസ് ലൈൻ എല്ലാം ഹൈ ആയിട്ടും റോ ലൈൻസ് ഒക്കെ ലോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ചെക്സ് ദ കോളം ലൈൻസ് 1 at a time. എന്നിട്ട് ഓരോ സമയത്തും ഈ കോളം ലൈൻസ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇഫ് കോളം കണക്ഷൻസ് സ്റ്റേസ് ഹൈ ദ ബട്ടൺ ഓൺ ദ റോ ഹാസ് നോട്ട് ബീൻ പ്രസ്ഡ്. അതായത് നമ്മൾ കോളം ഹൈ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, റോസ് എല്ലാം ലോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോളംസ് ഓൾവേസ് ഹൈ ആയിട്ടാണ് നമുക്ക് കാണുന്നതെങ്കിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇഫ് വൺ കോളം ഗോസ് ലോ ദ ബട്ടൺ ഓൺ ദാറ്റ് കോളം ഹാസ് ബീൻ പ്രസ്ഡ്. ഏതെങ്കിലും ഒരു കോളം ലോ ആയിട്ടുണ്ടെങ്കിൽ ആ ലോ ആവുന്നത് ഏതെങ്കിലും റോന്ന് വന്നിട്ടാണ് ആ ഒരു കോളം ലോ ആവുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിലുള്ള ബട്ടൺ എന്തായിരിക്കും പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഇമീഡിയറ്റ്ലി ഇറ്റ് ചെക്സ് ദ റോ ലൈൻസ് 1 at a ടൈം ബൈ സെറ്റിംഗ്. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ
കോളംസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ റോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ ദ കോളംസ് ലൈൻ ടു 0, എല്ലാ കോളം ലൈനും 0 ആക്കിയിട്ട് വെക്കും. എന്നിട്ട് ഓൾ റോ ലൈൻസ് ഇൻറ്റു 1, എല്ലാ റോ ലൈൻസും 1 ആയിട്ടും എടുക്കും. ഇനി നമ്മൾ റോനെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദ മൈക്രോ കൺട്രോളർ നോസ് വിച്ച് റോ വാസ് സെറ്റ് ടു ലോ ആൻഡ് വിച്ച് കോളം വാസ് ഡിറ്റക്റ്റഡ് ലോ വെൻ ചെക്ക്ഡ്. ഫൈനലി ഇറ്റ് നോൺസ് വിച്ച് ബട്ടൺ വാസ് പ്രസ്ഡ് ദാറ്റ് കറസ്പോണ്ട് ടു ദ ഡിറ്റക്റ്റഡ് റോ ആൻഡ് കോളം. അതായത് ഇപ്പോൾ നമ്മൾ റോസ് എല്ലാം 1 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, കോളംസ് എല്ലാം 0 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് ഏത് റോ ആണോ ലോ ഉള്ളത്, ലോ ആയ ഏതെങ്കിലും റോ ലോ ആണെങ്കിൽ അത് കറസ്പോണ്ടിങ് ടു ദ കോളം, ആ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ആയിരിക്കും ലോ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബട്ടൺ ആയിരിക്കും പ്രസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളൊരു ബട്ടൺ എങ്ങനെയാണ് ഏത് ബട്ടണാണ് പ്രസ് ചെയ്തതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു ഇന്റർഫേസിങ്, അതായത് 8051 എങ്ങനെയാണ് നമ്മുടെ കീബോർഡ് ഇന്റർഫേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ 8051 IC. ഹിയർ we have XTAL1 and XTAL2. so this is connected to crystal oscillator. ഇതാണ് നമ്മൾ ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റൽ ഓസിലേറ്ററിലോട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുക. ഇവിടെ റീസെറ്റ് പിൻ 9. സോ ഇത് നമ്മൾ റീസെറ്റ് ചെയ്യാൻ, നമ്മൾ 8051 റീസെറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു പിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന EA പിന്നാണ്. EA എന്ന് പറഞ്ഞാൽ ഇനേബിൾ ആണ്, ആക്സസ്. അപ്പോൾ നമ്മുടെ ICനെ ഇനേബിൾ ആക്കാനും വേണ്ടിയാണ് ഇത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പിന്നെ നമുക്ക് വേണ്ട പിന്നുകളാണ് പോർട്ട് 1, ദെൻ നമ്മൾ യൂസ് ചെയ്യണ പിന്നെ പോർട്ട് 2 റീഡും റൈറ്റിനൊക്കെ വേണ്ട പിന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട് 3 പിന്നാണ് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ പോർട്ട് 2 നമ്മൾ 3 പിൻസാണ് യൂസ് ചെയ്യുന്നത്. RS, R⁻W, ലാച്ച് ഇനേബിൾ. ഓക്കെ, ദാറ്റ് ഈസ് റീഡ് ഔട്ട് റൈറ്റും ലാച്ച് ഇനേബിൾ ആകുമ്പോൾ ലാച്ച് ഇനേബിൾ ആക്കാനാണ് ഈ പിൻ യൂസ് ചെയ്യുന്നത്. ദെൻ RS പിൻ. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട ഈ പിന്നുകൾ, അതായത് പോർട്ട് 3 പോർട്ട് 1 പിന്നാണ് നമ്മുടെ ഒരു കീബോർഡിക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കീബോർഡിൽ കണക്ട് ചെയ്യുന്ന പോർട്ട് 3 പിന്നുകളാണ്. സോ നമുക്ക് ഇവിടെ റോസ് ഉണ്ട്, 1 2 3 4 റോസ് ആൻഡ് കോളംസ്. സോ P3.0, 3.1, 3.2, 3.3 ഈ 4 പിന്നും നമ്മൾ റോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദ അതർ 4 പിൻസ്, ദാറ്റ് ഈസ് P3.4, 3.5, 3.6 and 3.7 is connect to column. So port 3 is reserved for connecting to the keyboard. Then other or keyboard or keypad. Then the next one is, ഇനി നെക്സ്റ്റ് വരുന്നത് P1 പോർട്ടാണ്. സോ ഇതൊരു കീബോർഡാണ് അല്ലേ, കീബോർഡ് ഓർ കീപാഡാണ്. അപ്പോൾ നമ്മൾ കീപാഡ് പ്രസ് ചെയ്യും, അതൊരു ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കുക. എന്നിട്ട് 8051 കീപാഡ് പ്രസ് ചെയ്താൽ ആ ഇൻപുട്ട് എന്താണോ പ്രസ് ചെയ്തത് അത് നമുക്ക് ഡിസ്പ്ലേ കാണിക്കാനും വേണ്ടി നമ്മൾ ഇവിടെ ഒരു LCD ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ LCD ഡിസ്പ്ലേയിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ VSS, VDD, VE ഒക്കെ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ RS, W, E എല്ലാം നമ്മൾ 4 5 6 എന്നുള്ള പിന്നിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പിന്ന് D0 മുതൽ D7 വരെ, ഇതാണ് നമ്മൾ LCDയിലോട്ട് ഡാറ്റ എടുക്കുന്ന പിന്നുകൾ. ഈ പിന്നിലോട്ട് ആണ് നമ്മുടെ പോർട്ട് 1, അതായത് 8051 പോർട്ട് 1 കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഈ കീബോർഡ്, അതായത് പോർട്ട് 3 നമ്മൾ കീബോർഡ് പ്രസ് ചെയ്യുമ്പോൾ ഈ 8051 വഴി നമുക്ക് LCDയിലോട്ട് പോർട്ട് 1 നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇതാണ് ഒരു കീബോർഡിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഇതിൻ്റെ കീബോർഡിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. സോ പ്രോഗ്രാമിംഗ് സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്, ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാം പറയുന്നതിന് മുമ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് RS, R⁻W, ലാച്ച് ഇനേബിളാണ്. RS എന്ന് പറയുമ്പോൾ രജിസ്റ്റർ സെലക്ട്, നമ്മൾ രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ RS യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രജിസ്റ്റർ സെലക്ട് നമ്മൾ ഡാറ്റ, കമാൻഡ് അങ്ങനത്തെ ഇതിലാണ് രജിസ്റ്റർ സെലക്ട് യൂസ് ചെയ്യുക. കമാൻഡ് ആണെങ്കിൽ രജിസ്റ്റർ സെലക്ട് 0യും ഡാറ്റ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ രജിസ്റ്റർ സെലക്ട് 1 ആയിരിക്കും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ റീഡ് റൈറ്റ്, റീഡ് ചെയ്യാൻ 1ഉം റൈറ്റ് ചെയ്യാൻ 0 ആണ് യൂസ് ചെയ്യുക. പിന്നെ ലാച്ച് ഇനേബിൾ, ഈ 3 സംഭവങ്ങൾ നമ്മൾ ബിറ്റായിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. സോ നമ്മൾ പ്രോഗ്രാം സെക്ഷനിൽ ഫസ്റ്റ് #include രജിസ്റ്റർ സെലക്ട് രജിസ്റ്റർ 51.h എന്നുള്ളതായിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഇത് ഫുൾ ഇനീഷ്യലൈസേഷൻ പ്രൊസീജിയറാണ്. അത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് iData, ഇതൊരു വേരിയബിൾ ആണ്, ഇത് നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം. iData = 0
0x90 ഇത് LCD ഡാറ്റ പിന്നാണ്. അതായത് നമ്മൾ LCDയിലോട്ട് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ നമ്മൾ LCDയിൽ വന്ന സംഭവങ്ങൾ, LCDയിൽ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം LCDയിൽ ഉള്ളതാണ് നമ്മൾ രജിസ്റ്റർ സെലക്റ്റും റീഡ് റൈറ്റും ഇനേബിളും. ഓക്കെ, അഡ്രസ് ലാച്ച് ഇനേബിൾഡ് ഇനേബിൾ പിന്നും. സോ നമ്മൾ ആദ്യം ഐ ഡാറ്റ എന്നുള്ളൊരു ഡാറ്റ, അതായത് വേരിയബിളിലോട്ട് 0x90 എന്നുള്ള LCDൻ്റെ ഡിസ്പ്ലേയിലോട്ട് കണക്ട് ചെയ്തു, പോർട്ട് പിൻ 1. ദെൻ നമ്മൾ RS RWE എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. സോ എസ് ബിറ്റ് വരുമ്പോൾ സിംഗിൾ ബിറ്റ് ആണ്. സോ സിംഗിൾ ബിറ്റ് RS അത് നമ്മൾ കൊടുക്കുന്നത് ഏത് പോർട്ടിലോട്ടാണ് നോക്കുക. സോ RS എന്നൊക്കെ കൊടുക്കുന്നത് നമ്മൾ P2.0, 2.1 ആൻഡ് 2.2 അങ്ങനെയാണ്. 2.0 RS, 2.1 RW, 2.2 ഇനേബിൾ. സോ അങ്ങനെ കൊടുക്കുന്നത്. സോ 2.0 RS, 2.1 RW, 2.2 നമ്മൾ ഇനേബിൾ എന്ന് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇതൊക്കെ ഇനീഷ്യലൈസേഷൻ പ്രൊസീജിയറാണ്. റോനെ ഇനീഷ്യലൈസ് ചെയ്യണം ആൻഡ് ഓൾസോ കോളത്തിനെ ഇനീഷ്യലൈസ് ചെയ്യണം. സോ എസ് ബിറ്റ് സിംഗിൾ ബിറ്റ് ആയതുകൊണ്ട് എസ് ബിറ്റ് R1, റോ 1 നമ്മൾ P3.0 3.0 എന്ന് പറയുമ്പോൾ ALP പ്രോഗ്രാമിൽ P3⁻0 എന്നായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് എസ് ബിറ്റ് R2 P3.1, എസ് ബിറ്റ് R3 P3.2 ആൻഡ് R4 P3.3 ഇങ്ങനെയാണ് നമ്മൾ കീബോർഡിന്റെ റോസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കോളംസിനെ ഡിഫൈൻ ചെയ്യണം. സോ കോളംസും സിംഗിൾ ബിറ്റ് ആയതുകൊണ്ട് എസ് ബിറ്റ് C1 P3.4, C2 P3.5 ആൻഡ് C3 P3.6, C4 P3.7 അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ റോയും കോളും ഇനീഷ്യലൈസ് ചെയ്തു. ആൾസോ മൂന്ന് ബിറ്റ്, അതായത് RS RW ഇനേബിൾ അത് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് കീപാഡുകൾ കൊടുക്കണം. അതായത് ഒരു 4x4 മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എൻ്റർ ചെയ്യുന്നത്. സോ അൺസൈൻഡ് ക്യാരക്ടർ A4x4ലോട്ട് നമ്മൾ ഓരോ കീപാഡ് കൊടുത്തു. ഇതിലുള്ള കീപാഡ് 1 2 3 3, പിന്നെ A ഫസ്റ്റ് റോയിൽ വരുന്ന 1 2 3A, സെക്കൻഡ് റോയിൽ 4 5 6 P, 7 8 9 C ആൻഡ് *0 #D ഇതാണ് നമ്മുടെ കീപാഡ് വരുന്നത്. അത് A എന്നുള്ള 4x4 മെട്രിക്സിലോട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു LCDയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ കമാൻഡ് അറിയുമ്പോൾ ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ: രജിസ്റ്റർ സെലക്ട്, റീഡ് ഓർ റൈറ്റ് ഇനേബിൾ, കമാൻഡ്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റാസ്, അതായത് എന്താണ് പോർട്ടലിലോട്ട് കൊടുക്കുന്ന ആ ഡാറ്റാസ് ആണ് ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാനും വേണ്ടിയാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്, അതായത് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. വോയിഡ് LCD CMD. സോ LCDയിൽ കമാൻഡ് ആണെങ്കിൽ അൺസൈൻ ക്യാർ, അതുപോലെ തന്നെ വോയിഡ് LCD ഡാറ്റ അൺസൈൻ ക്യാർ, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. ആൻഡ് ഓൾസോ ഇതിന്റെ കൂടെ നമുക്ക് ചെയ്യാനുള്ളതാണ് ഒരു ഡിലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അതിന് വോയിസ് MS ഡിലേ മീൻസ് മൈക്രോസെക്കൻഡ് ഡിലേ. നമുക്ക് ഇഷ്ടമുള്ള പേര് അതിന് കൊടുക്കാം. MS ഡിലേ അൺസൈൻഡ് ഇൻഡിജർ. സോ ഡിലേ ആയതുകൊണ്ട് ഇൻഡിജറിലാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ വോയിഡ് റോ ഫൈൻഡർ അൺസൈൻഡ് ക്യാരക്ടർ, ഒരു റോ ഫൈൻഡർ എന്നുള്ള ഒരു ക്യാരക്ടറും കൂടി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് LCDയിലോട്ടുള്ള ഡിസ്പ്ലേ കൊടുക്കുന്നത് ഏതൊക്കെ വഴിയില്ല എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, സോ വോയിഡ് മെയിൻ വോയിഡ് അൺസൈൻ ക്യാരക്ടർ B, ദാറ്റ് ഇസ് ക്യാർ B. ഇത് LCDയിലോട്ടുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന വാല്യൂസ് ആണ്. ദാറ്റ് ഇസ് 0x38, 0f, 01, 06 ആൻഡ് 80. എന്നിട്ട് അൺസൈൻ കെയർ I = 0, I <5. ഇത് 5 വാല്യൂസ് ആയതുകൊണ്ട് 1 2 3 4 5 വാല്യൂസ് ആയതുകൊണ്ട് I <5, I++. സോ ഫസ്റ്റ് I = 0 ആകുമ്പോൾ ഫസ്റ്റ് ടേം വരും, പിന്നെ I ഇൻക്രിമെന്റ് ചെയ്യും, എന്നിട്ട് സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ ലാസ്റ്റ് ടേം വരെ I <5 വരെ ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്തിട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് LCD CMD BI എന്ന് പറഞ്ഞാൽ ആ BI എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അതായത് ഫസ്റ്റ് 1 BI = 0 എന്ന് വരുമ്പോൾ ഫസ്റ്റ് 1 നമുക്ക് LCDയിൽ കാണിക്കാം, LCD കമാൻഡിൽ വരും. ദെൻ സെക്കൻഡ് 1 OF വരും. ദെൻ നെക്സ്റ്റ് 01, 06 ആൻഡ് 80. ഓക്കെ, എന്നിട്ട് ഇത് നമ്മുടെ LCD ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് while 1 എന്ന് പറഞ്ഞാൽ ഈ സംഭവം നമ്മൾ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ കോളത്തിനെയാണ് ഇനിഷ്യലൈസ് ചെയ്യണത്. സോ കോളം റോയും, അതായത് ഫസ്റ്റ് കേസ് വരുന്നത് മേക്ക് കോളംസ് ആസ് ഇൻപുട്ട് ആൻഡ് റോ ആസ് ഔട്ട്പുട്ട്. കോളംസ് ഇൻപുട്ട് ആയിട്ടും റോസ് ഔട്ട്പുട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് കേസിൽ C1 C2 C3 C4 1 ആയിട്ടും R1 R2 R3 R4 0 ആയിട്ടും കൊടുക്കും. ഡിലേ പ്രൊവൈഡ് ചെയ്തു. C1 = 0, അതായത് 0 ആണെങ്കിൽ റോ ഫൈൻഡർ 0 ആയിരിക്കും. അതായത് നമ്മൾ C1 ഈ സംഭവം 0 ആണെങ്കിൽ നമ്മൾ റോ ഫൈൻഡർ, അതായത് ഇതെന്ത് ചെയ്യും,
സർക്യൂട്ടിനെ ഈ ഒരു സർക്യൂട്ടിന് എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. സോ റോ ഫൈൻഡർ 0 ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ദെൻ C12 ഈക്വൽ ടു 0. C2 ആണ് നമുക്ക് 0 വരണമെങ്കിൽ ആ C2 എന്ത് ചെയ്യും, റോ ഫൈൻഡർ 1, അതായത് ആ C2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷോർട്ട് ചെയ്തിട്ട് റോ ഫൈൻഡർ 1 ആയിട്ടും, C3 ഈക്വൽ ടു 0 ആണെങ്കിൽ റോ ഫൈൻഡർ 2 ആയിട്ടും, C4 ഈക്വൽ ടു 0 ആണെങ്കിൽ റോ ഫൈൻഡർ 3 ആയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് സ്വിച്ച് ആണ് പ്രസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് കണ്ടീഷനാണ്, അതായത് മേക്ക് കോളംസ് ആസ് ഔട്ട്പുട്ട് ആൻഡ് റോസ് ആസ് ഇൻപുട്ട്. റോ ഇൻപുട്ട് ആയിട്ടും കൊടുക്കുക. സോ വോയിഡ് റോ ഫൈൻഡർ അൺസൈൻ ക്യാരി ഇനീഷ്യലൈസ് ചെയ്തു. R1 R2 R3 R4 1ഉം C1 C2 C3 C4 നമ്മൾ 0 ആയിട്ടും കൊടുത്തു. ഈ കേസിൽ നമ്മൾ R1കളൊക്കെ 1 ആണ്. ഇഫ് R1 ഈക്വൽ ടു 0 LCD A of 0 C, അതായത് C എന്നുള്ള ഇതിൽ C എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളത്തിൽ നമ്മൾ A of 0 എടുക്കുക, അതായത് ഫസ്റ്റ് റോ ആണ് എടുക്കുക. R1 ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ R1കളൊക്കെ എന്താ വരുന്നത്, R1കളൊക്കെ ഓക്കെ ഈ പോയിന്റ് എടുക്കാം, R1കളൊക്കെ ഹൈ ആണ്. ഇഫ് R1 ഈക്വൽ ടു 0 മീൻസ് ഈ ഒരു റോ ആണ് വരിക. സോ A of 0 C, അതായത് ഈ കോളത്തിൽ A of 0, ഇതിൽ C1 C2 C3 C4 ഇതിൽ ഏതെങ്കിലും ഒരു ബട്ടൺ ആയിരിക്കും പ്രസ് ചെയ്തിട്ടുണ്ടാവുക. R2 ഈക്വൽ ടു 0 ആണെങ്കിൽ റോ 1 ഓഫ് C ആയിരിക്കും. സിയിൽ ഫസ്റ്റ് റോ ആയിരിക്കും, മറ്റേ 0th റോ. അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ R1 ഈക്വൽ ടു 0 ആണെങ്കിൽ LCD ഡാറ്റ A of 0 C, അതായത് 0th റോ. R2 ഈക്വൽ ടു 0 ആണെങ്കിൽ A ഈക്വൽ ടു 1 C, അതായത് ഫസ്റ്റ് റോ. R3 ഈക്വൽ ടു 0 ആണെങ്കിൽ തേർഡ് റോ, അതായത് A2 C. R4 ഈക്വൽ ടു 0 ആണെങ്കിൽ ഫോർത്ത് റോ, ദാറ്റ് ഈസ് A3 C. അതായിരിക്കും ആ ഒരു റോയിലായിരിക്കും എന്ത് വരിക, സ്വിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ വോയിഡ് LCD കമാൻഡ്. ഇനി നമുക്ക് കമാൻഡ് ആണ് ചെയ്യണം. ഇപ്പം നമ്മൾ ഡാറ്റാസ് ആണ് എന്ത് ചെയ്തത്, നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് കമാൻഡ് ചെയ്യണം. കമാൻഡിൽ വരുന്നതാണ് RS RW ഇനേബിൾ. സോ ആദ്യം ഒരു iData എന്നുള്ള വാല്യൂ ആയിട്ട് കൊടുക്കുക. ഇവിടെ എന്ത് വാല്യൂ ആണോ കൊടുത്തത് ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കുക. സോ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഓക്കെ കമാൻഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, കമാൻഡ് മീൻസ് നമ്മൾ LCD ഓൺ ആക്കാനുള്ള കമാൻഡുകൾ കുറച്ച് വാല്യൂസ് ഇല്ലായിരുന്നു, ആ വാല്യൂസ് ദിസ് ഇസ് ദ കമാൻഡ്. ഈ കമാൻഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്, രജിസ്റ്റർ സെലക്ട് 0 ആയിരിക്കും, റീഡ് റൈറ്റ് റീഡ് ചെയ്യണം, സോ 0 ആയിരിക്കും. ഇനേബിൾ ചെയ്യണം, ഡിലേ കൊടുത്തിട്ട് അതെന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക, n ഈക്വൽ ടു 0 കൊടുക്കുക. അതേപോലെ ഡാറ്റയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ iData ഈ സെയിം വാല്യൂ ഇവിടെ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ രജിസ്റ്റർ സെലക്ട് 1 ആവും. ഈ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കി സെയിം. റീഡ് റൈറ്റ് 0, ഇനേബിൾ 1, ഇനേബിൾ പിന്നെ ഡിലേ കൊടുത്തതിന് ശേഷം 0 ആക്കിയിട്ട് മാറ്റാം. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. ഇനി ലാസ്റ്റ് നമ്മൾ ഡിലേ കോൾ ചെയ്തിട്ടുണ്ട് ഇവിടേക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് ഡിലേ പ്രോഗ്രാം എഴുതാം. ഡിലേ പ്രോഗ്രാം വോയിഡ് MS ഡിലേ അൺസൈൻഡ് ഇൻഡിജർ MS. സോ അൺസൈൻഡ് ഇൻഡിജർ I ചെയ്യുന്നുണ്ടാവും. സോ ഐയിലും ജിയിലും നമുക്ക് എന്തെങ്കിലും ഡിലേ കൊടുക്കാം. ഫോർ I ഈക്വൽ ടു 0 I ലെസ് ദാൻ MS. ഇവിടെ എന്താണോ മില്ലി സെക്കൻഡ്, അതായത് ഔട്ടർ ലൂപ്പിൽ നമ്മൾ എന്താ നമ്മൾ കൊടുത്ത മില്ലി സെക്കൻഡ് വാല്യൂ ആണ് വരിക I++. ഇന്നർ ലൂപ്പിൽ നമ്മൾ വരുന്നത് 1 മില്ലി സെക്കൻഡ് വാല്യൂ ആണ്. സോ 1 മില്ലി സെക്കൻഡ് ഈസ് കറസ്പോണ്ടിങ് ടു 1 to 75. സോ J ഈക്വൽ ടു 0, J ലെസ് ദാൻ 1 to 75, J++. സോ ഇത്രയാണ് ഒരു LCD അല്ല കീബോർഡിന്റെ പ്രോഗ്രാം വരുന്നത്. സോ ഇതൊന്നുമില്ല, ആദ്യം ഫസ്റ്റ് കേസ് നമ്മൾ കോളംസ് 1 ആക്കി കൊടുത്തിട്ട് റോ 0 ആക്കിയിട്ട് നമ്മൾ കോളം ഇൻപുട്ടും റോ ഔട്ട്പുട്ട് ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സെക്കൻഡിൽ റിവേഴ്സ് ആയിട്ട് കോളം ഔട്ട്പുട്ടും റോ ഇൻപുട്ടായിട്ടും കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് റോ 1ഉം C0 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ ഇപ്പോൾ റോ 1 ആണെങ്കിൽ നമുക്ക് എവിടെയാണോ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിയിലുള്ള ഡാറ്റയും ആറിലുള്ള ഡാറ്റയും കൂടി ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് സിയിലുള്ള വാല്യൂ ആറിൽ വന്ന് കിടക്കും. സോ നമുക്ക് 6 ചേഞ്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടില്ല എങ്കിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടില്ല. ഇത്രയാണ് ഈ ഒരു കീബോർഡ് പ്രോഗ്രാമിലുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.